ഇന്ന് ഞാൻ അവിൽ വിളയിക്കുന്നത് കാണിച്ചിടാം. ഉണ്ടാക്കി നോക്കാൻ നിൽക്കുന്നതാ അവിൽ വിളയിക്കുന്നത്. 2 ഗ്ലാസ് അവിൽ ചെറുതായി ചൂടാക്കി വെച്ചതാണ്. 3 ആണ് ശർക്കര, 1 മുറി തേങ്ങ ചിരവിയത്, കടലപ്പരിപ്പ്, പൊട്ടുകടലുണ്ടെങ്കിൽ നല്ല പൊട്ടുകടലില്ല ഇവിടെ, പിന്നെ ഏലക്കായ്, ചുക്കുപൊടി, എള്ള് വറുത്ത് വെച്ചത്, നെയ്യ്, ഉപ്പ്, നുള്ളുപ്പ്. ഇത്രയും സാധനമാണ്. ഇത് ചീകിയിട്ട് വെള്ളത്തിലിട്ട് ഉരുക്കി ഇതാക്കി വെച്ചതാണ് ഞാൻ. ഈ പാകത്തിനായി. ഇനി തേങ്ങ ഇടാൻ പോകും, നാളികേരം ഇതിലിടാൻ പോവുകയാണ്. നാളികേരം ഇതിലിടുകയാണ്. ഒരു നൂൽപ്പരുവ് ആവുന്നപ്പോൾ തേങ്ങേൻ്റെ വെള്ളമയം മാറുന്നു. വെള്ളമയം ഒന്ന് കുറഞ്ഞാൽ മതി, വേറൊന്നും ആവില്ല. തിളയ്ക്കട്ടെ, വെള്ളം പറ്റണ്ട. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ആയിട്ട് ഇതിലേക്ക് മിനിറ്റ് മതി. ഇപ്പോഴേക്കും നൂൽപ്പരുവൊന്നും ആവണ്ട. അപ്പം ഇത് നല്ലോണം ഒന്ന് വെള്ളമയം മാറിയെന്ന് കണ്ടാൽ തീ ഓഫാക്കിയിട്ടിടും. എന്നിട്ടാണ് അവിൽ ഇടുക. അതിൽ ചൂടോടിട്ട് അവിൽ വെന്തു പോവും. അതുകൊണ്ട് ചൂടോടെ ഇടില്ല. ഒന്ന് തണുക്കണ്ട, ഒന്ന് നല്ല ചൂടങ്ങ് മാറിയിട്ട് അവിലിടും. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കാണിക്കാം. ഒന്ന് വെള്ളമായി മാറട്ടെ. ഇത് അവിലിട്ടു ഇളക്കുന്നതാണ്. ചൂടോടെ ഇട്ട് കഴിഞ്ഞാൽ അവിൽ വെന്ത് പോവും, മുറുക്കാൻ ഉണ്ടാവും. അത് കാരണം ചൂട് ഒന്ന് തണിഞ്ഞതിന് ശേഷം, ആവി ഒന്ന് പോയതിന് ശേഷം ഇടുന്നത് ഞാൻ. തണുക്കില്ല. അതിലേക്ക് കടല, ലേശം ചുക്കുപൊടി, ഏലക്കായ്, എള്ള്, അതിലേക്ക് വെള്ളത്തിൽ നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ഇളക്കുക, ഇളക്കി കുത്തി വെക്കുക. നെയ്യ് ഇടയ്ക്ക് അത്രയും മതി. ഇതെങ്ങനെയാണ് പുറത്ത് തന്നെ എത്ര ദിവസം വേണമെങ്കിൽ നിൽക്കും. ഇന്ന് ചൂടാക്കിയവരാണ്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് പാകമായിട്ട് കാണിക്കാം. ഇത്രയേ ഉള്ളൂ അവിൽ വിളയിച്ചത്. ഇതൊന്ന് പാകം വരട്ടെ. പൊട്ടുകടലേക്ക് ഇട്ടാൽ നല്ലതാണ്. പൊട്ടുകടലില്ലാത്തതുകൊണ്ട് നിലക്കടല മാത്രം ഇട്ടു. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. പാകമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അവിൽ വിളയിച്ചത് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയാം. കണ്ടാൽ ഇഷ്ടപ്പെടൂലേ? ഓക്കെ.